ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഇൻ്റഗ്രൽ ഇക്വേഷൻ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ പറഞ്ഞു രണ്ട് ടൈപ്പ് ഉണ്ട്. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഉണ്ട്, ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ഉണ്ട്. ഇതെന്താണ്? ഇത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലമാണ്. കാരണം ഒരേ പോയിന്റിലുള്ള കണ്ടീഷനാണ് തന്നത്. ഒരു ഇനീഷ്യൽ പോയിന്റിൽ 0ലാണ് കണ്ടീഷൻ തന്നത്. അപ്പോൾ അത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. സാധാരണ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആകുമ്പോൾ നമുക്ക് ഒരു കോൺസ്റ്റൻ്റ് ഉള്ളൂ, എ. അതാണ് എ എന്ന് എടുത്താൽ മതി. എ ഈക്വൽ ടു 0. അപ്പർ ലിമിറ്റ് ബി ഇല്ല. വേറൊരു പോയിന്റ് ബി എടുക്കായിരുന്നു, ഇല്ലല്ലോ. അപ്പോൾ ഇത് കിട്ടുന്നത് വോൾട്ര ഇൻ്റഗ്രൽ ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പ്രത്യേകിച്ച് ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ഇൻ്റഗ്രൽ ഇക്വേഷൻ വോൾട്ര ഇൻ്റഗ്രൽ ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ വോൾട്ര ഇൻ്റഗ്രൽ ഇക്വേഷനിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ തൊട്ട് മുന്നേ ഉള്ള നോട്ട്സിലുണ്ട്. ഇതിന് തൊട്ട് മുന്നേ ഇരുന്ന് നോട്ട്സിലുണ്ട്. പക്ഷേ അതും നമുക്കങ്ങനെ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നില്ല. അപ്പോൾ ജസ്റ്റ് പ്രോബ്ലംസ് മാത്രം പഠിച്ചാൽ മതി. കാരണം മറ്റേ ലെങ്തിയാണ്. ജനറലായിട്ടുള്ളൊരു മെത്തേഡാണ്. എങ്ങനെയാണ് നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഇൻ്റഗ്രൽ ഇക്വേഷൻ കൺവേർട്ട് ചെയ്തുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്നും നമ്മളിങ്ങനെ ഇപ്പം വായിച്ചിട്ട് സമയം കളയണ്ട. പ്രോബ്ലംസ് ആയത് സാധാരണ പ്രോബ്ലംസേ വരും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം വരികയാണെങ്കിൽ അതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതെന്തായാലും ഇൻ്റഗ്രൽ ഇക്വേഷൻ ആക്കി മാറ്റണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണമല്ലോ. ഇൻ്റഗ്രൽ സൈൻ വരണ്ടേ ഇവിടെ. അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഗിവൺ ഇക്വേഷൻ നമ്മളിങ്ങനെ y" പ്ലസ് λy ഈക്വൽ ടു f(x) എഴുതാം. കണ്ടീഷൻ y(0) ഈക്വൽ ടു 1, y'0 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന റേഞ്ചാണ് 0 to x എന്ന് പറയുന്നത്. 0x എന്ന് പറഞ്ഞാൽ ഇൻ്റർവെല്ലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 0x എടുക്കാൻ കാരണം ഇവിടെ തന്നുള്ള 0 ആണ്, ഇനീഷ്യൽ 0 ആണ്. അതുകൊണ്ടാണ് 0x എടുത്തത്. മനസ്സിലായി? A 0 ആണ് ഇവിടെ. അതുകൊണ്ടാണ് നമ്മൾ A 0 എടുക്കും. ഓക്കെ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ ചിഹ്നം ഇവിടെ ഇടുക. അപ്പോൾ ലാംഡ പുറമെ എടുക്കാം. ഓക്കെ, അതൊക്കെ തന്നെ. dx ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് x അല്ലേ, dx ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ എഴുതും. പിന്നെ y-ക്ക് y(x) എന്ന് എഴുതാം. y'(x) ഇതൊക്കെ ഫംഗ്ഷനാണല്ലേ, ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലേ, ആ രീതിയിൽ എഴുതാം. ഓക്കെ. ഇനി സാധാരണ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഉണ്ടെങ്കിൽ അതിന് രണ്ടും ക്യാൻസലായി പോകും. ഇൻ്റഗ്രേഷൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് ഡിഫറൻഷ്യേഷൻ. അപ്പോൾ ഇൻ്റഗ്രലും ഡിഫറൻഷ്യലും ക്യാൻസലായി പോകും. അപ്പോൾ ഈ y' പറഞ്ഞാൽ ഒരു y' ഡാഷ് അല്ലേ. അപ്പോൾ y' ഡെറിവേറ്റീവ് അല്ലേ. y' ഒരു ഡെറിവേറ്റീവ് വന്ന് പിന്നെ ഇൻ്റഗ്രൽ വന്നാൽ അത് ക്യാൻസലായിട്ട് y' മാത്രമായിട്ട് മാറും. ഓക്കെ. അപ്പോൾ ഒരു ഡെറിവേറ്റീവ് ഇവിടെ ക്യാൻസലായിപ്പോയി, y' ആവും. പക്ഷേ ലിമിറ്റ് കൊടുക്കണം. എക്സ് അപ്പർ ലിമിറ്റ് 0 ലോവർ ലിമിറ്റ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇവിടെയൊക്കെ നമുക്കിപ്പോൾ തരാൻ അങ്ങനെ തന്നെ എഴുതാം. ഒന്ന് ചെയ്യാം. ഇതിൻ്റെ വാല്യൂ ആദ്യം എക്സിന് എക്സ് കൊടുക്കുക, മൈനസ് പിന്നെ 0 കൊടുത്തു. കണ്ടോ, ഈ y'(0) എന്താണ് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 0. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അത് കൊടുത്തു. കണ്ടോ, അടുത്ത സ്റ്റെപ്പിൽ അത് കൊടുത്തു. വേറെ ഒന്നും മാറ്റമില്ല, അതൊക്കെ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇനി എഗെയിൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. കാരണം നമുക്ക് y(x) എത്തിക്കണം. y'(x) ഉള്ളത് y(x) ഈക്വൽ എന്ന് പറയുന്നതാണല്ലോ ഇൻ്റഗ്രൽ ഇക്വേഷൻ. അപ്പോൾ എഗെയിൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, a to x തന്നെ. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എഴുതുകയാണ് നമ്മൾ. ഇത് വേണ്ട, ഇത് 0 ആണല്ലോ, അപ്പോൾ അതിന് വേണ്ട ലാംഡ. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ഇൻ്റഗ്രൽ ഒന്നുകൂടി വരും, 0 to x അങ്ങനെ വരും. ഇനി വീണ്ടും ഇതിനെ ഞാൻ പറഞ്ഞു ഒരു ഡെറിവേറ്റീവും ഒരു ഇൻ്റഗ്രലും ക്യാൻസലായി പോകും. ഇൻ്റഗ്രലും ഒരു ഡെറിവേറ്റീവ് ക്യാൻസലായി y കിട്ടും. പിന്നെ അപ്പർ ലിമിറ്റ് എക്സും ലോവർ ലിമിറ്റ് 0. ഇവിടെയാണ് റീപ്ലേസ്മെൻറ്റ് ഫോർമുല ഉപയോഗിക്കേണ്ടത്. രണ്ട് ഇൻ്റഗ്രലാണ്, ഇൻ്റഗ്രൽ a to x, ഇൻ്റഗ്രൽ a to x, f(x) dx പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറിൽ എന്ത് വരും? n 2 ആണ്. അപ്പോൾ 1/2 - 1 ഫാക്ടോറിയൽ ഇൻ്റഗ്രൽ a to x 0 to x x minus I raised to n minus 1. അപ്പോൾ x minus I raised to 2 minus 1 ഇൻറ്റു f of psi d psi. ഇവിടെ f ഒരു വരെ y ആണ്, y of psi d psi. അതാണ് ഇവിടെ എഴുതിയത്. അതുപോലെ ഇവിടെ അങ്ങനെ തന്നെ എഴുതി. അതേ റീപ്ലേസ്മെൻറ്റ് ഫോർമുല അവിടെ എഴുതി, അപ്ലൈ ചെയ്തു. ഒന്നുമില്ല, റീപ്ലേസ്മെൻറ്റ് എത്ര ഇൻ്റഗ്രൽ ഉണ്ട് നോക്കുക. അപ്പോൾ അതാണ് n. അപ്പോൾ 1/n - 2 - 1 ഫാക്ടർ രണ്ടെണ്ണല്ലേ. പിന്നെ ഇൻ്റഗ്രൽ ഇതേ റേഞ്ച് ഇടുക, 0 to x ഇടുക. ഉള്ളിൽ ഒരു x മൈനസ്, ഇത് അല്ലാതെ ഒരു x - I ആണ് എക്സ്ട്രാ വരിക. റേസ് ടു പവർ എത്രയാണ്? ഇത് തന്നെ 2 - 1 ഫാക്ടോറിയൽ ഇടരുതേ, 2 - 1 ഇൻറ്റു ഇത് തന്നെ f of psi d psi. ഓക്കെ. അപ്പോൾ അതാണ് റീപ്ലേസ്മെൻറ്റ് ഫോർമുലേൻ്റെ ആവശ്യം നമുക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി തൽക്കാലം. വളരെ കുറച്ച് മാത്രം നിങ്ങൾ പഠിക്കുക, മനസ്സിലായില്ലേ? അപ്പോൾ യൂസിങ് റീപ്ലേസ്മെൻറ്റ് ഫോർമുല. വീണ്ടും ഞാനിവിടെ വാല്യൂ കൊടുക്കുന്നു. എക്സിന് ആദ്യം എക്സ് കൊടുക്കും, പിന്നെ 0 കണ്ടോ.
വൈ ഓഫ് എക്സ് മൈനസ് വൈ ഓഫ് സീറോ പ്ലസ് ലാംഡ ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ എഴുതാം. ഇതൊക്കെ അതിന് റിപ്പീറ്റ് ചെയ്ത് എഴുതാം. അവിടെ 2 - 1 1 ആണല്ലോ, അവിടെ അത് എഴുതേണ്ട 1/1 ഫാക്ടോറിയൽ ഡിസൈൻ ഇപ്പുറത്ത് അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വീണ്ടും ഓക്കെ. ഇവിടെ വൈ ഓഫ് സീറോ ഗിവൺ, വൈ ഓഫ് സീറോ ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 1 ആണ്, അതാണ് ഇവിടെ കൊടുക്കുന്നത് ഈ 1. വൈ ഓഫ് എക്സ് ഒരു സൈഡ് വെച്ച് ഈ -1 അപ്പുറത്ത് കൊണ്ട് ഇതെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയാണ് നമുക്കിത് വരുന്നത്. ഈ മൈനസ് വരുന്നത് ഇതാണ്, ഈ മൈനസ് ആണോ ലാംഡ ഇൻറ്റു ദിസ്, ഇത് ആദ്യമുള്ള ഇവിടെ ഉള്ള തന്നെ എഴുതി. ഈ -1 ആണ് ഇപ്പുറത്ത് +1 ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഒരു ഇൻ്റഗ്രൽ ഇക്വേഷൻ്റെ രൂപത്തിലായി വൈ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റു എന്ന രൂപത്തിലായി. അപ്പോൾ ഇവിടെ ഉണ്ട് ലാംഡ, ഏതാ ഇവിടെ ഉണ്ട്. പിന്നെ കെ ഓഫ് എക്സ് ഐ എന്നുള്ളത് ഇവിടെ ഉണ്ട്, മൈനസ് ഓഫ് എക്സ് മൈനസ് ഐ, മൈനസ് ഉള്ളിലേക്ക് എടുക്കണം, വൈ ഓഫ് സൈ ഡി സൈ. പിന്നെ ഇത് മൊത്തത്തിൽ ആൻസർ എഫ് ഓഫ് എക്സ്. കാരണം ഇതൊക്കെ നമുക്ക് വാല്യൂ കാണാൻ പറ്റുന്നത്, ഡി സൈ റെസ്പെക്ട് സൈ കാണാം, അപ്പർ ലിമിറ്റ് എക്സും ലോവർ ലിമിറ്റ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് മാറും. മനസ്സിലായി? അപ്പോൾ ഇവിടെ പർട്ടിക്കുലർ ഫംഗ്ഷൻ തരാത്തതുകൊണ്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഏതെങ്കിലും ഫംഗ്ഷൻ വാല്യൂ തന്നാൽ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അത് മൊത്തത്തിൽ എഫ് ഓഫ് എക്സ്. ഇങ്ങനെ ഈ രീതിയിലാണ് കണ്ടോ 0 to x ഒരു ഉണ്ടോ ഇവിടെ മോൾ എക്സ് വന്നില്ല. അപ്പോൾ ഇതൊരു വോൾട്ടർ ഇൻ്റഗ്രൽ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്തു. മാത്രമല്ല അത് സെക്കൻഡ് കൈൻഡാണ്, കാരണം ഇവിടെ ആൽഫ ഓഫ് എക്സ് 1 ആണ്. സെക്കൻഡ് കൈൻഡ് വോൾട്ടർ ഇൻ്റഗ്രൽ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുന്ന് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഇൻ്റഗ്രൽ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്തതാണ്. ഇനി നേരെ തിരിച്ചും ചെയ്യാൻ പറ്റും. ഇതേ പ്രോബ്ലം തന്നെ ഈ ഒരു ഇൻ്റഗ്രൽ ഇക്വേഷൻ കിട്ടി, ഇതാണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞാൽ ഇത്. അപ്പോൾ തിരിച്ച് ഇതിനെ ആദ്യത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എത്തിക്കാൻ പറ്റും. ഡി വൈ ഡി എക്സ് കണ്ടിട്ട് തിരിച്ച് ആദ്യത്തേതിലേക്ക് എത്തിക്കാൻ പറ്റും, തിരിച്ചും പറ്റും. ശരി, അപ്പോൾ അതൊരു വോൾട്ടർ ഇൻ്റഗ്രൽ ഇക്വേഷൻ ആണെങ്കിൽ തിരിച്ചൊരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തേക്ക്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തേക്ക് തിരിച്ചും എത്തിക്കാൻ പറ്റും. അതാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. ഇവിടെ നമുക്ക് കൺവേർഷൻ തിരിച്ചാണ് ഇൻ്റഗ്രൽ ഇക്വേഷൻ. നേരത്തെ കിട്ടിയ ഇൻ്റഗ്രൽ ഇക്വേഷനായത്, ലാസ്റ്റ് കിട്ടിയ ഇൻ്റഗ്രൽ ഇക്വേഷനാണിത്. അതിന് നമുക്ക് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇവിടെ ഡിഫറൻഷിയേഷനിലൂടെ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൽ എത്തുന്നതിന് മുന്നേ അതിൽ 2 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. വൈ ഓഫ് സീറോ എന്താണെന്നൊക്കെ ഇവിടുന്ന് കണ്ടുപിടിക്കും. വൈ ഓഫ് സീറോ ഇത് കാണാം, എക്സിന് 0 എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ എക്സിന് 0 എടുത്താൽ വൈ ഓഫ് സീറോ അവിടെ 1 പ്ലസ് ഇവിടെ 0 to 0 എന്നായിപ്പോൾ എക്സ് 0 ആകും. എന്തെങ്കിലും 0 ഒരേ ലിമിറ്റ് ആകുമ്പോൾ മൊത്തം എന്തെങ്കിലും 0 ആയിപ്പോൾ. ശരി, ഇവിടെ അത് തന്നെ. ശരി, അതുകൊണ്ടാണ് ഇവിടെ 1 മാത്രമേ ആൻസർ ഉള്ളൂ. വൈ ഓഫ് സീറോ 1 ആയിരിക്കും. അപ്പോൾ ഒരു കണ്ടീഷൻ കിട്ടി നമുക്ക്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എത്തിയില്ല, പക്ഷേ അതിന് മുന്നേ ഒരു കണ്ടീഷൻ കിട്ടി. ആ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ കണ്ടീഷൻ വൈ ഓഫ് സീറോ 1 കിട്ടി. ഇനി വൈ ഡാഷ് ഓഫ് സീറോ എന്ത് കിട്ടണോ? ആ കണ്ടീഷൻ, അതിൽ പറഞ്ഞ കണ്ടീഷൻ വൈ ഡാഷ് ഓഫ് സീറോ നമുക്ക് കിട്ടണം, 0 കിട്ടണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഡെറിവേറ്റീവ് കാണാം, വൈ ഡാഷ് എക്സ് കാണാം. ഇതിനെ ഡെറിവേറ്റീവ് കാണാം. വൈ ഡാഷ് എക്സ് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് വൈ ഓഫ് എക്സ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഇവിടെയും ഒക്കെ അപ്ലൈ ചെയ്യും. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഇതിൻ്റെ 0, ഇതിൻ്റെ ഡി ബൈ ഡി എക്സ് എന്ന് പുറമേ ഇടാം, ഇതിന് അങ്ങനെ തന്നെ ഇടാം, ലാംഡായിട്ട് ഡി ബൈ ഡി എക്സ്. അതാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, ഇനിയാണ് നമ്മൾ ലെബനിസ് റൂൾ അപ്ലൈ ചെയ്യേണ്ടത്. ലെബനിസ് റൂൾ അപ്ലൈ ചെയ്യേണ്ടത് ഇനിയാണ്. ഞാനിവിടെ ലെഫ്റ്റ് സൈഡ് വൈ ഡാഷ് എക്സ് തന്നെ, ഇനി റൈറ്റ് സൈഡ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇതാണ് ഒരു എഫ് ഓഫ് എക്സ് സൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇത് മൊത്തത്തിൽ എക്സും സൈ ഉൾപ്പെടുന്നത്, ഇത് മൊത്തമാണ്, ഇത് മാത്രമല്ല. ഡി സൈ മാത്രമേ വേറെ ഉണ്ടാവും. ആ ഫോർമുല നോക്കുക. ലെബനിസ് റൂളിൽ എഫ് ഓഫ് എക്സ് സൈ, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വരുന്നത് മൊത്തത്തിലെടുക്കണം. അതാണ് ഇവിടെ കേളി ബ്രാക്കറ്റിലുള്ള ആദ്യത്തെ ആൻസറാണ് ഈ കേളി ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്നത്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഉള്ളിലേക്ക് അങ്ങ് എടുക്കുക, ഡോ ബൈ ഡോ എക്സ് ആവും കേട്ടോ. ഡോ ബൈ ഡോ എക്സ് ആവും ഏതാ? ഈ ഫംഗ്ഷൻ ഡി സൈ ഒഴികെ ബാക്കിയുള്ളത് മൊത്തം. അതാണ് എഫ് ഓഫ് എക്സ് സൈ പറഞ്ഞ ഫംഗ്ഷൻ, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് സൈ. പിന്നെ അടുത്ത സ്റ്റെപ്പ് പ്ലസ്. ഇനി ഈ സൈക്ക് ഇതിൽ ഈ ഫംഗ്ഷനിൽ സൈക്ക് അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സൈ കാണുന്നിടത്ത്. അതാണ് ഇവിടെ ചെയ്തത്. എക്സ് മൈനസ് എക്സ് പ്ലസ് ഇൻറ്റു എഫ് ഓഫ് എക്സ് കണ്ടോ, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ബി ഡാഷ്. ബി ഡാഷ് എക്സ് പറയും, ഇതിൻ്റെ ഡെറിവേറ്റീവ് അതാണ് എക്സ് ഡാഷ് മൈനസ് കണ്ടോ, മൈനസ്. ഇനി ഇതിൽ തന്നെ ഈ ഫംഗ്ഷനിൽ സൈൻ്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ്റെ സ്ഥാനം 0 സബ്സ്റ്റിറ്റ്യൂട്ട്, അതാണ് ഇവിടെ പറഞ്ഞത്. എക്സ് മൈനസ് 0 എഫ് ഓഫ് 0 ഇൻറ്റു അതിൻ്റെ ഡെറിവേറ്റീവ് 0 ഡാഷ്. 0 ഡാഷിന് 0 തന്നെയാണല്ലോ. ഇവിടെ എക്സ് ഡാഷ് 1 ആയിരിക്കും, ഇത് പക്ഷേ ഇത് 0 ആയിപ്പോൾ. അപ്പോൾ മൊത്തത്തിൽ ഇത് രണ്ടും ഉണ്ടാവില്ല. അപ്പോൾ ആൻസർ ഇത് മാത്രമേ ഉണ്ടാവും. ശരി, അപ്പോൾ അങ്ങനെയാണത് വരിക. അപ്പോൾ അതിൻ്റെ ആൻസർ അടുത്ത ഇത് അങ്ങനെ തന്നെ. അടുത്ത ഇതേപോലെ കണ്ടോ, ഇത്
മൈനസ് ലാംഡ ഇൻറ്റു ഇത്രയും കാര്യം ഇതിൻ്റെ ലെവൻസ് റൂൾ അപ്ലൈ ചെയ്യുന്നതാണ് ഈ കേളി ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്നത്. അപ്പോൾ ആദ്യം ഉള്ളിലേക്ക് ഡോ ബൈ ഡോ എക്സ് എടുത്തു, ഈ ഫംഗ്ഷൻ മൊത്തത്തിലെടുത്തു. അതാണ് നമ്മുടെ ഡി സൈ ഒഴിച്ച് ബാക്കിയുള്ളത് മൊത്തം ഒരു ഫംഗ്ഷനാണ്. പിന്നെ അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കും സൈക്ക്, പിന്നെ അതിൻ്റെ ഡെറിവേറ്റ് മൈനസ്, പിന്നെ ലോവർ ലിമിറ്റ് 0 കൊടുക്കും. ഇതേ പ്രോസസ്സ് തന്നെ. ഓക്കെ, അപ്പോൾ രണ്ടിനും സെപ്പറേറ്റ്, ഇതിനും സെപ്പറേറ്റ് ലെവൻസ് റൂൾ അപ്ലൈ ചെയ്താണ് രണ്ട് കേളി ബ്രാക്കറ്റിൽ കാണിച്ചത്. അപ്പോൾ ആദ്യത്തിൽ ഇത് രണ്ടും വാനിഷ് ചെയ്യും, 0 ആയി പോകുന്നുണ്ട്. രണ്ടാമത്തേൽ അങ്ങനെ തന്നെ ഇത് 0 ആവുന്നുണ്ട്, ഇതും 0 ആവുന്നുണ്ട്. രണ്ടാമത്തേൽ അതേപോലെ തന്നെ 0 ആവും. അപ്പോൾ ബാക്കി വരുന്നത് ഇവിടെ ഇത് മാത്രമാണ്, മൈനസ് ലാംഡയിൽ ഇത് മാത്രം. അതാണ് ഇപ്പോൾ എഴുതിയത്, ഇത് മാത്രമാണ് പിന്നെ വരുന്നത്. ശരി, അപ്പോൾ അത് തന്നെ വരുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഡെറിവേറ്റീവ് കാണുന്നുണ്ട് ഡോ ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് എക്സ് ആണ്. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് വിചാരിക്കണം. ഇവിടെ സൈ മാത്രം എഴുതില്ല, അത് കോൺസ്റ്റൻ്റ് ആയി വിചാരിക്കുക. ഇതിന് വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ എക്സ് ഡെറിവേറ്റീവ് 1 മറ്റേ 0. അപ്പോൾ 1 ഇൻറ്റു ദിസ് വരും, ഇത് പുറമെ എടുക്കുക, അത് കോൺസ്റ്റൻ്റ് ആണ്. അതാണ് ഇത് വരുന്നത്. രണ്ടാമത്തിൽ അതുപോലെ തന്നെ ഇതേപോലെ തന്നെ പൈസ മാത്രം വരും. അത് അപ്പോൾ ഡെറിവേറ്റീവ്, ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷമാണ് ഇത് എഴുതിയത്. മറ്റേ രണ്ടും വാനിഷ് ചെയ്യും രണ്ടിനും. ഓക്കെ, ഇനി നമുക്ക് y ഡാഷ് ഓഫ് 0 കാണാം. എക്സിന് ജസ്റ്റ് 0 എടുത്താൽ മതി. അപ്പോൾ 0 to 0 ആയില്ലേ, അത് 0 ആയിപ്പോയി, ഓൾറെഡി 0 ആയിപ്പോയി. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് കിട്ടി അല്ലേ, കിട്ടി. ഇനി നമുക്ക് വീണ്ടും നമുക്ക് സെക്കൻഡ് ഓർഡർ ഇക്വേഷനാണ് നമുക്ക് വരേണ്ടത്. വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്തിനെ വിത്ത് റെസ്പെക്ട് എക്സ്. അപ്പോൾ y ഡബിൾ ഡാഷ് ഓഫ് എക്സ് ആവും. ഈ സൈഡ് ഡി ബൈ ഡി എക്സ് എഴുതും. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ഡി ബൈ ഡി എക്സ് എഴുതി. വീണ്ടും ലെബനസ് റൂൾ തന്നെ. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ. ഇവിടെ ആദ്യം ഇതിനുള്ളിലേക്ക് ഡോ ബൈ ഡോ എക്സ് എടുക്കും. പിന്നെ ഇത് സൈക്ക് പകരം എക്സും സൈയും ഉണ്ടാവണം നിർബന്ധമില്ല. എക്സ് ഐൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എക്സ് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. സൈക്ക് എക്സ് കൊടുക്കും, പിന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ. പിന്നെ അടുത്തത് സൈക്ക് 0 കൊടുക്കും, പിന്നെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ. അപ്പോൾ ഇതെന്തായാലും 0 ആയിപ്പോവും, കാരണം 0 ഡാഷ് 0 ആയിപ്പോവും. 0ൻ്റെ ഡെറിവേറ്റീവ് 0 തന്നെയല്ലേ. അപ്പോൾ ഈ ഭാഗം 0 ആയി, ഈ ഭാഗവും 0 ആവും. കാരണം ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇത് എക്സ് ഇല്ലാത്ത ഫംഗ്ഷനല്ല, അപ്പോൾ ഇത് 0 ആയിപ്പോവും. ഈ ഡെറിവേറ്റീവ് 0 ആവും, അതിൻ്റെ മൊത്തം 0 ആയിപ്പോവും. ഇത് മാത്രമേ ഉണ്ടാവും. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയിരിക്കും, 1ൻ്റെ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഈ എക്സ്പാൻഷനിൽ ഇത് മാത്രമേ ഉണ്ടാവും, എഫ് ഓഫ് എക്സ് മാത്രമേ ഉണ്ടാവും. രണ്ടാമത്തിൽ അതുപോലെ തന്നെ മൈനസ് ലാംഡ ഇൻറ്റു ഇത് അതുപോലെ ചെയ്യുമ്പോൾ ഇവിടെ ഇത് 0 ആയിപ്പോവും ഫസ്റ്റ്. ഇവിടെ അങ്ങനെ തന്നെ എക്സ് സൈക്ക് എക്സ് കൊടുത്തില്ലേ, അതുണ്ടാവും, ഇത് 0 ആയിപ്പോവും. അപ്പോൾ അങ്ങനെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡ് y ഡാഷ് എക്സ് ആണ്, അല്ല y ഡബിൾ ഡാഷ് എക്സ് ആണത്. ഇപ്പുറത്തെ സൈഡ് നമുക്ക് എന്ത് വരും, ഇതേപോലെ ഞാൻ ഓരോന്നും എഴുതിയിട്ടുണ്ട്. അവസാനം അത് സിംപ്ലിഫൈ ചെയ്തിട്ട് എന്ത് വരും, അതാ y ഡബിൾ ഡാഷ് എക്സ് ഈ സൈഡുള്ളത്. ഇപ്പുറത്ത് എന്ത് മാത്രമേ ഉണ്ടാവും, എഫ് ഓഫ് എക്സ് മൈനസ് ലാംഡ ആൻഡ് വൈ ഓഫ് എക്സ്. ബാക്കിയെല്ലാം 0 ആണ്. ഇനി ഒന്നുമില്ല, ഇത് ഇപ്പുറത്തേക്ക് എടുത്താൽ മതി. ഇത് y ഡബിൾ ഡാഷ് എക്സ് പ്ലസ് ലാംഡ വൈ ഓഫ് എക്സ് ഡെഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ y ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ വൈ എഫ് ഓഫ് എക്സ്. കണ്ടീഷൻ നമ്മൾ ഓൾറെഡി കിട്ടി, y ഓഫ് 0 y ഡാഷ്. അപ്പോൾ ഇതാണ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. അപ്പോൾ തിരിച്ചും കിട്ടിയതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ച് ഇൻ്റഗ്രൽ ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് എത്തി, കോൺവേഴ്സ്ലി. ഓക്കെ, അപ്പോൾ ഓൾട്ടറയാണ് ഇൻ്റഗ്രൽ ഇക്വേഷൻ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ അത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണെന്ന് മാത്രം, ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലമായിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ആണെങ്കിൽ, ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം വരും, 0 വരും, എല്ലും വരും. കണ്ടോ, വ്യത്യസ്തങ്ങളായാണ് നമ്മൾ ഈ കണ്ടീഷൻ പറയുക. അപ്പോൾ ഇത് ബൗണ്ടറി വാല്യൂ പ്രോബ്ലമാണ്. ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എയും ബിയും ഉണ്ടല്ലോ നമുക്ക്, അതൊരു ഫ്രെഡോം ഇൻ്റഗ്രൽ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, തിരിച്ചും പറ്റും. അപ്പോൾ അതിനുള്ള പ്രോബ്ലമാണ് ഇവിടെ പറയാൻ പോകുന്നത്.